എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. ഇന്ന് മറ്റൊരു ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് എയ്ഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു 100% തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷേ നമ്മൾ സില്ലി ആയിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ 99.9% വരെ ഫാറ്റാലിറ്റി റേറ്റുള്ള, മോർട്ടാലിറ്റി റേറ്റുള്ള ഒരു വൈറസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കേസുകൾ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 3 ലക്ഷത്തോളം കേസുകളാണ് കേരളത്തിൽ മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ന്യൂസിനെ കുറിച്ച് പറയുകയാണ്. 6 വയസ്സുള്ള ഒരു കുട്ടി മലപ്പുറത്ത് മരണപ്പെടുകയുണ്ടായി ഈ വൈറസിൻ്റെ ഫാറ്റാലിറ്റി കാരണം, ഈ വൈറസിൻ്റെ മാരകമായൊരവസ്ഥ കാരണം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, റാബീസ് വൈറസ്, ഡോഗ് ബൈറ്റ് റാബീസ് വൈറസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ റാബീസ് വൈറസിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു RNA വൈറസാണ്. റാബ്ഡോവൈറിഡേ എന്നാണ് ഫാമിലി നെയിം. ലിസ വൈറസിൻ്റെ ജീനസിൽ പെടുന്ന ഒരു വൈറസാണ്. അത് നമ്മുടെ അനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. അതായത് ഇൻഫെക്റ്റ് ചെയ്ത അനിമൽസ്, അതായത് പട്ടികൾ പോലുള്ള അല്ലെങ്കിൽ ബാറ്റ് പോലുള്ള അനിമൽസിൻ്റെ സലൈവയിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത്, ഈ വൈറസ്. അങ്ങനെ പട്ടിയോ അല്ലെങ്കിൽ ബാറ്റോ അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ, മനുഷ്യനെ കടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സലൈവ മനുഷ്യൻ്റെ ബോഡിയുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴാണ് മനുഷ്യനിലേക്ക് പകരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. സോ ഇതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് പടരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ബൈറ്റ് ചെയ്ത ആ വൂണ്ടിൽ വൈറസ് വരുന്നു. അതിനുശേഷം ആ വൈറസ് മസിൽ സെൽസിലേക്ക് പോകുന്നു, നമ്മുടെ ബോഡിയുടെ മസിൽ സെൽസിലേക്ക് പോകുന്നു. മസിൽ സെൽസിൽ ചെന്നാണ് അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അവിടുന്ന് മസിൽ സെൽസിൽ നിന്ന് പെരിഫറൽ നെർവ്സിലൂടെ, നമ്മുടെ ബോഡിയുടെ പെരിഫറൽ നെർവ്സിലൂടെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിനിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ബ്രെയിനിൽ ചെന്നതിന് ശേഷം അത് ബ്രെയിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. അതായത് എൻസെഫലൈറ്റിസോ മെനിഞ്ചൈറ്റിസോ പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ സ്റ്റം, ഹിപ്പോകാമ്പസ്, സെറിബെല്ലം പോലെയുള്ള വൈറ്റലായിട്ടുള്ള സ്ഥലങ്ങളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ബ്രെയിനെ അഫക്റ്റ് ചെയ്തതിന് ശേഷം ഇത് സലൈവറി ഗ്ലാൻഡിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിലേക്കോ സ്കിന്നിലേക്കോ ഒക്കെ ഡിസമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റാബീസ് വൈറസ് ഒരു മനുഷ്യ ശരീരത്തിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡായിട്ട് നമ്മൾ പറയുന്നത് ഒരാഴ്ച തൊട്ട് 1 വർഷം വരെയാണ് നമ്മൾ പറയുന്നത്. കോമൺലി അതിൻ്റെ സിംറ്റംസൊക്കെ കണ്ടുവരുന്നത് കടിച്ചതിന് ശേഷം 1 തൊട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് സിംറ്റംസൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ അത് കടിച്ചിരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. അതായത് നെക്കിനാണ് അല്ലെങ്കിൽ മുഖത്തിനാണ് കടി കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ട്രങ്ക് ഭാഗത്താണ്, ജോയിലൊക്കെയാണ് കടി കിട്ടിയിരിക്കുന്നതെങ്കിൽ വൈറസ് വളരെ പെട്ടെന്ന് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൈറസ് നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 2 തൊട്ട് 10 ദിവസം വരെയുള്ള ദിവസങ്ങളെ നമുക്ക് ഒരു പ്രോഡ്രോമൽ ഫേസ് എന്ന് വിളിക്കാം. ആ ഫേസിൽ കാണാൻ പറ്റുന്ന സിംറ്റംസാണ് പനി, അതുപോലെ തന്നെ നല്ല തളർച്ച, തലവേദന, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, നല്ല ഛർദിൽ അല്ലെങ്കിൽ നോസിയ, ഛർദിൽ പോലെയുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ കടിച്ച സ്ഥലത്ത് നല്ല പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് സെൻസേഷൻ ഡിഫറൻ്റ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ഒരു നംനെസ് പോലെ തോന്നാം കടിച്ച സ്ഥലത്ത്, അല്ലെങ്കിൽ ഭയങ്കര ഒരു പേടി, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റബിൾ ആയിട്ടുള്ളൊരവസ്ഥ. അതിനുശേഷം ഒരു 10 ദിവസത്തിന് ശേഷം ഒരു അക്യൂട്ട് ന്യൂറോളജിക് ഫേസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുള്ള റാബീസ് ഉണ്ട്. ഒന്ന് ഫ്യൂരിയസ് റാബീസ് എന്ന് പറയുന്നത് എൻസെഫലറ്റിക്, നമുക്ക് ബ്രെയിൻ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന റാബീസാണ് ഫ്യൂരിയസ് റാബീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു 80% കേസും ഫ്യൂരിയസ് റാബീസാണ്, എൻസെഫലൈറ്റിസ് കോസ് ചെയ്യുന്ന റാബീസാണ്. ഒരു 20% റാബീസിനെയാണ് നമ്മൾ പാരാലിറ്റിക് റാബീസ് അല്ലെങ്കിൽ ഡംപ് റാബീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്യൂരിയസ് റാബീസാണ് നമ്മുടെ അകത്ത് എത്തിയിട്ടുള്ളതെങ്കിൽ അപ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും, അതുപോലെ ഭയങ്കര ഇറിറ്റബിൾ ആയിട്ടുള്ള അവസ്ഥ, അതുപോലെ തന്നെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും പേഷ്യൻ്റ്, അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാം, അദ്ദേഹത്തിന് ഹലൂസിനേഷൻസ് വരാം, അദ്ദേഹത്തിന് ഓർമ്മശക്തി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോഫോബിയ, അപ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയവും, ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഫ്രഷ് എയർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയും ഭയക്കുന്നൊരവസ്ഥ, ഒരുപാട് സലൈവ
അടിഞ്ഞുകൂടുക, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മസിൽസൊക്കെ നമ്മുടെ സ്റ്റിഫായിട്ടിരിക്കുക, ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ അപസ്മാരം പോലുള്ള അവസ്ഥകളിലേക്ക്, സീഷർ പോലുള്ള അവസ്ഥകളിലേക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് നമ്മുടെ BP ഹാർട്ട് റേറ്റൊക്കെ ഫ്ലക്ച്വേറ്റിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഫ്യൂരിയസ് റാബീസിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഡംബ് റാബീസിലേക്ക് വരാൻ നേരത്ത് ഗ്രാജുവൽ ആയിരിക്കും മസിൽ വീക്ക്നെസ്സും, അതുപോലെ തന്നെ മസിലിൻ്റെ പാരാലിസിസ് ഒക്കെ വളരെ ഗ്രാജുവൽ ആയിരിക്കും. അതുപോലെ തന്നെ അസെൻഡിങ് പാരാലിസിസ് എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതായത് കാലുകളിലാണ് കടിച്ചിട്ടുണ്ടെങ്കിൽ കാലുകളിലാണ് ആദ്യമായിട്ട് വീക്ക്നെസ് വരിക, അതിനുശേഷം കൈകളും കൂടി ഇൻവോൾവ് ആവുകയാണ് ചെയ്യുക. അസെൻഡിങ് ആയിട്ടാണ് പാരാലിസിസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയോ ഹൈഡ്രോഫോബിയോ ഒന്നും ഡംബ് റാബീസിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇവഞ്ച്വലി കോമയും അല്ലെങ്കിൽ ഡെത്തും വരാനുള്ള ചാൻസുകളുണ്ട്. ഒരു സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 7 തൊട്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു കോമ ഫേസിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മരണം കൂടുതലുണ്ടാകുന്നത് റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വാസതടസ്സം മൂലമാണ്. റെസ്പിറേറ്ററി ഫെയിലിയർ കാരണമാണ് മിക്കവാറും മരണമുണ്ടാകുന്നത്. റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മരണമുറപ്പ് 100%, 99.9% മരണം നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഈ വൈറസ് കയറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെർവിലൂടെയാണ് വൈറസ് ബ്രെയിനിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിലുള്ള ഇമ്മ്യൂൺ സെൽസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിക്കോ പിടികൊടുക്കാതെ നെർവിലൂടെയാണ് വൈറസ് സ്പ്രെഡ് ആവുന്നത് ബ്രെയിനിലേക്ക്. അതുകൊണ്ട് തന്നെ എളുപ്പം ബ്രെയിനിലേക്ക് സഞ്ചരിക്കാൻ ഈ വൈറസുകൾക്ക് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡിലേക്കും ട്രീറ്റ്മെൻറ്റിലേക്കും വരാവുന്നതാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുകയാണെങ്കിൽ പട്ടി കടിച്ചു കഴിഞ്ഞു, അതെവിടെയാണെങ്കിലും നമ്മൾ സോപ്പും വാട്ടറും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. ഒരു 15 മിനിറ്റോളം നമ്മൾ സോപ്പും വാട്ടറും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ അയോഡിൻ പോലുള്ള സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചും അത് അപ്ലൈ ചെയ്തും നമുക്ക് കഴുകാവുന്നതാണ്. ഒരിക്കലും കടിച്ച ഭാഗം സ്യൂച്ചർ ചെയ്യാനോ അത് അടച്ചു വയ്ക്കാനോ ശ്രമിക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉചിതമായൊരു തീരുമാനം. വാക്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ 3 കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. ഇപ്പോൾ കാറ്റഗറി 1 അധികം റിസ്ക് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ തന്നെ നായ നക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ, പേയുള്ള ഒരു പട്ടിയെ ടച്ച് ചെയ്യുന്ന ഒരവസ്ഥ, ഇതൊക്കെയാണ് കാറ്റഗറി 1 പെടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ വാക്സിനേഷനോ ഇമ്മ്യൂണോഗ്ലോബുലിനോ എടുക്കേണ്ട ആവശ്യമില്ല. കാറ്റഗറി 2 വരാൻ നേരത്ത് ബ്ലീഡിംഗ് ഇല്ല, പക്ഷേ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഇതാണ് കാറ്റഗറി 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാറ്റഗറി 3 വരുന്നത് കുറച്ചും കൂടി ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് തന്നെ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രാച്ച് ഉണ്ട്, ബ്ലീഡിങ്ങും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രോക്കൺ ആയിട്ടുള്ള സ്കിൻസിൽ നായ നക്കുന്നതുമായിട്ടുള്ളൊരവസ്ഥ. അവിടെയാണ് നമ്മൾ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും രണ്ടും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ വാക്സിൻ ഷെഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു SN റെജിമൻ എന്നൊരു റെജിമനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒരു ഇൻട്രാമസ്കുലറായിട്ട് കൊടുക്കുന്നതാണ്, IM ആയിട്ട് മസിൽസിലേക്കാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1, 3, 7, 14, 28 ദിവസങ്ങളിൽ നമ്മൾ റാബീസ് വാക്സിൻ കൂടെ എടുക്കാനായിട്ട് പോകേണ്ടതാണ്. 4 ഡോസാണ് കോമൺലി നമ്മൾ എടുക്കുക. അപ്പോൾ 0, 3, 7, 14 ഈ ദിവസങ്ങളിലാണ് നമ്മൾ സാധാരണ എടുക്കുക. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ നമ്മൾ 28 ഡേ ഒരു വാക്സിനും കൂടി പറയുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു ഡെൽറ്റോയിഡ് നമ്മുടെ ഇവിടെയാണ് നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത്. അതിനുശേഷം ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഒരു 1 തൊട്ട് 3 വർഷം കാലയളവിൽ നമുക്ക് ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തോരം ആൻറ്റിബോഡീസ് ഡെവലപ്പായി എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ഷെഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻട്രാഡെർമൽ ഷെഡ്യൂൾ എന്നാണ് പറയുക. തായ് റെഡ് ക്രോസ് റെജിമൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ റെജിമൻ ആണെങ്കിൽ 0, 3, 7, 28 ഡേയ്സിലാണ് നമ്മൾ ആ വാക്സിൻ എടുക്കേണ്ടത്. ഇൻട്രാഡെർമലിയാണ് നമ്മൾ ആ വാക്സിൻ എടുക്കേണ്ടത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ 2 സൈറ്റിലായിട്ടാണ് അത് എടുക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു കാറ്റഗറി 3 ആണെങ്കിൽ ഒരുപാട് ബൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള സ്കിന്നിൽ നായ നക്കുന്നൊരവസ്ഥയ്ക്കാണെങ്കിൽ വാക്സിനോടൊപ്പം തന്നെ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാറ്റഗറി 3 ബൈറ്റാണ്. അതുപോലെ തന്നെ ഡേ 0, അതായത് കടിക്കുന്ന ദിവസം മാത്രം ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ എടുത്താൽ മതി. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വാക്സിൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് ഡോസ് നമ്മൾ മുറിവിന് ചുറ്റുമായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയും ബാക്കി പകുതി
നമ്മൾ ഇൻട്രാമസ്കുലറായിട്ട് ഇഞ്ചെക്ട് ചെയ്യാറാണ് പതിവ്. ഇനി എനിക്ക് ഒരു പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് പറയാനുള്ളത്. മിൽവോക്കി പ്രോട്ടോക്കോൾ എന്ന ഒരു പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് 2024 അമേരിക്കയിലെ ജിയന്ന ഗീസ് എന്ന ഒരു 15 വയസ്സുള്ള പെൺകുട്ടിക്ക് റാബീസ് വൈറസ് ഉള്ളിൽ ചെന്ന ഒരു പെൺകുട്ടിക്ക് ആദ്യമായി ഈ പ്രോട്ടോക്കോൾ നമ്മൾ പ്രയോഗിക്കുകയാണ്. അതായത് ആ കുട്ടിയുടെ ശരീരത്തിൽ റാബീസ് വൈറസ് കടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്രിമ കോമയിൽ ഒരു ബാർബിച്ചുറേറ്റ് ഇൻഡ്യൂസ്ഡ് കോമയിൽ ആ കുട്ടിയെ ആ ഒരു സ്റ്റേജിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. അപ്പോൾ ബ്രെയിനിന് മാക്സിമം ഒരു റെസ്റ്റിംഗ് കൊടുത്തിട്ട് ആൻറ്റി വൈറൽസ് വെച്ച്, അതായത് റിബവാരിൻ, അമാൻറ്റിഡിൻ പോലുള്ള ആൻറ്റി വൈറൽസ് ഉപയോഗിച്ച് വൈറൽ എൻസെഫലൈറ്റീസ് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ കുട്ടി ഫോർച്യുനേറ്റ്ലി ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ആ പ്രോട്ടോക്കോള് ബാക്കി പലരിലും പ്രയോഗിച്ചെങ്കിലും ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവസാനം അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് മനസ്സിലായ കാര്യം, വൈറസ് ആ കുട്ടിയുടെ ശരീരത്തിൽ എത്തിച്ചേർന്ന വൈറസിൻ്റെ അളവ് വളരെ കുറവാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ കൂടെ റാബീസ് വാക്സിനോടൊപ്പം തന്നെ എടുക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വാക്സിനാണ് ടെറ്റനസ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെറ്റനസ് വാക്സിൻ്റെ കാറ്റഗറിയെക്കുറിച്ച് പറയാൻ നേരത്ത് ക്ലീൻ ആയിട്ടുള്ള മൈനർ വൂണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ, പിന്നെ അതുപോലെ തന്നെ ടെറ്റനസ് വാക്സിൻ നമ്മൾ ചെറുപ്പത്തിൽ എടുക്കുന്നതാണ്. ഒരുപാട് പ്രൈമറി സീരീസ് ആയിട്ട് ഒരുപാട് ടെറ്റനസ് വാക്സിൻ നമ്മൾ എടുക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ പ്രോപ്പറായിട്ട് പ്രൈമറി സീരീസ് വാക്സിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല. ക്ലീൻ മൈനർ വൂണ്ട് ആണെങ്കിൽ 10 വർഷത്തിൽ മേലെയായി വാക്സിൻ എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മളൊരു ടെറ്റനസ് ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ബാക്കിയുള്ള വൂണ്ട്സ് ആ നേരത്ത് ഇപ്പോൾ കണ്ടാമിനേറ്റഡ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിംഗ് ഉണ്ട്, അതുപോലെ നല്ല സ്ക്രാച്ച് വൂണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി സീരീസ് നമ്മൾ പ്രോപ്പറായിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ട്, ബൂസ്റ്റർ ഡോസും എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തിലെങ്കിൽ വാക്സിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. 5 വർഷത്തിന് മേലെയായി ലാസ്റ്റ് വാക്സിൻ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് മുമ്പെടുത്ത വാക്സിനെ പറ്റിയും ബൂസ്റ്റർ ഡോസിനെ പറ്റിയൊന്നും ഒരറിവും ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ഒരു ടെറ്റനസ് വാക്സിനും അതുപോലെ തന്നെ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ടെറ്റനസ് വാക്സിനും റാബീസ് വാക്സിനും രണ്ടാണ്. രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് 2 വാക്സിനും ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്താൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ, 2 വാക്സിനും എടുക്കേണ്ടതാണ്. പേവിഷബാധ എന്ന് പറയുന്നത് നമുക്ക് 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കടിച്ചു കഴിഞ്ഞാലും തന്നെ രോഗം മൂർച്ഛിക്കുന്നത് 100% നമുക്ക് തടയാൻ പറ്റുന്ന ഒരവസ്ഥ തന്നെയാണ്. അതൊരിക്കലും സില്ലിയായിട്ട് കണ്ട് വച്ചുകൊണ്ടിരിക്കരുത്. ഒരു ജീവൻ തന്നെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ വിഷയബാധയെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു മെഡിക്കൽ എമർജൻസിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.